നാളെ നമുക്ക് തിങ്കളാഴ്ച മാത്രമല്ല ഏകാദശിയും ഒന്നിച്ച് വന്നിട്ടുണ്ട്. വളരെ ശക്തമായ ദിവസമാണെന്ന് പറയാം. ഈ ദിവസം മറക്കാതെ ചെമ്പരത്തി ഇല കൊണ്ട് ഇങ്ങനെ ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകും. കോടികൾ വന്നു ചേരും. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം സഫലമാകും. കാരണം ചെമ്പരത്തി ചെടി വളരെ വളരെ ശക്തമാണ്. ചെമ്പരത്തി ഇല കൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് നല്ലത് വരും. അതുകൊണ്ട് ഇങ്ങനെ ചെമ്പരത്തി ഇല കൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ പരിഹാരം ചെയ്യുക. അതുപോലെ നാളെ എന്താണെന്ന് വെച്ചാൽ ഏകാദശി തീയതിയും ഉള്ളതുകൊണ്ട് ഈ ദിവസം പ്രധാനമായും ചില നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ ഈ പരിഹാരം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ലെന്ന് പറയാം. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നതിന് മുൻപ് ഒരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. വീഡിയോ പൂർണ്ണമായും കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതിയതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏകാദശി എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ദിവസം പ്രധാനമായും ഈ ഏകാദശി ദിവസം നമ്മൾ വിഷ്ണു രൂപമായ വെങ്കടേശ്വര സ്വാമിയെ പൂജിക്കാറുണ്ടല്ലോ. അതുകൊണ്ട് വെങ്കടേശ്വര സ്വാമിയെ ഈ രീതിയിൽ പൂജിക്കുക. അതുപോലെ മന്ദാര ചെടിയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ മന്ദാര ചെടി വളരെ വളരെ പവിത്രമായതും വളരെ ശക്തിയുള്ളതുമാണ്. മന്ദാര ഇലകളും നമുക്ക് പരിഹാരപരമായി ഉപയോഗപ്രദമാണ്. മന്ദാര പൂക്കളും പ്രധാനമായും നമ്മൾ പൂജയിൽ ഉപയോഗിക്കാറുണ്ടല്ലോ. അതുകൊണ്ട് അതിന് അതീത ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചെമ്പരത്തി ചെടിക്ക് ചെമ്പരത്തി ചെടി പ്രകൃതിയുടെ അനുഗ്രഹം പൂർണ്ണമായി സ്വീകരിച്ചിട്ടുള്ളതുകൊണ്ട് ചെമ്പരത്തി ഇല കൊണ്ട് എന്ത് പരിഹാരം ചെയ്താലും അത് തീർച്ചയായും സിദ്ധിക്കും എന്നർത്ഥം. ഇനി അതിനുശേഷം മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ ഓർമ്മിക്കുക. ഇന്ന് രാവിലെ എഴുന്നേൽക്കുക, ശുചിയായി കുളിക്കുക, വീടും പരിസരവും വൃത്തിയാക്കുക. അതുപോലെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വൃത്തിയാക്കിയ ശേഷം കുളിക്കുമല്ലോ. മനുഷ്യജീവിതം എന്ന് പറയുമ്പോൾ നമുക്ക് ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ദോഷങ്ങളും എല്ലാം ഉണ്ടാകും. ദാരിദ്ര്യങ്ങൾ പോലുള്ള അത്തരം കാര്യങ്ങളിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ തീർച്ചയായും കുളിക്കുന്ന വെള്ളത്തിൽ ഒരു നുള്ളു മഞ്ഞൾ ചേർത്ത് കുളിക്കുക. അങ്ങനെ ചെയ്താൽ നല്ലതാണ്, നല്ല ഫലങ്ങൾ ഉണ്ടാകും. അങ്ങനെ കുളിച്ച ശേഷം അലക്കിയ വസ്ത്രങ്ങൾ ധരിച്ച് വീട്ടിൽ വിഷ്ണു രൂപത്തിലുള്ള വെങ്കടേശ്വര സ്വാമിയുടെ ചിത്രം, അതായത് ചിത്രപടം വൃത്തിയാക്കുക. അതുപോലെ എന്താണെന്ന് വെച്ചാൽ തുളസിമാലയും സമർപ്പിക്കുക. തുളസിമാല സമർപ്പിക്കാൻ സാധിക്കില്ലെങ്കിൽ കുറഞ്ഞത് 11 തുളസി ദളങ്ങൾ വെങ്കടേശ്വര സ്വാമിക്ക് സമർപ്പിക്കുക. അതിനു ശേഷം നിങ്ങളുടെ കൈവശമുള്ള പുഷ്പങ്ങൾ ഏത് പുഷ്പങ്ങളാണോ ഉള്ളത് അത് സമർപ്പിക്കുക. അതിനു ശേഷം ദീപം തെളിയിക്കുക. ഇന്ന് പിണ്ടി ദീപം തെളിയിക്കുന്നത് വളരെ നല്ലതാണ്. പിണ്ടി ദീപം ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പിണ്ടി ദീപം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുക. അരിപ്പൊടി എടുത്ത് അതിൽ അല്പം മഞ്ഞൾപ്പൊടി, അതായത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു ചന്ദനപ്പൊടി എന്നിവ ചേർത്ത് കുഴച്ച് ഒരു ഉരുളയാക്കി അതിനുശേഷം ഒരു പ്രമിത ഉണ്ടാക്കി അതിനു മുകളിൽ ഗോവിന്ദനാമം എഴുതുക. അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് 7 പിണ്ടി ദീപങ്ങൾ ഉണ്ടാക്കാം. 2 പിണ്ടി ദീപങ്ങളും ഉണ്ടാക്കാം. ഒരു വലിയ പിണ്ടി ദീപവും ഉണ്ടാക്കാം. ഇങ്ങനെ പിണ്ടി ദീപം തെളിയിക്കുക. പിണ്ടി ദീപം തെളിയിച്ചാൽ തീർച്ചയായും വെങ്കടേശ്വര സ്വാമിയുടെ അനുഗ്രഹം പൂർണ്ണമായി നമുക്ക് ലഭിക്കും. പിണ്ടി ദീപം എന്നാൽ സ്വാമിക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് പിണ്ടി ദീപം തെളിയിക്കുന്നതിലൂടെ എല്ലാ ശുഭങ്ങളും ലഭിക്കും. ഇങ്ങനെ പിണ്ടി ദീപം ചെയ്യുക. ഒറ്റത്തിരി ഉപയോഗിക്കരുത്. 2 തിരികൾ ഒന്നിച്ച് ചേർത്ത് പശുവിൻ നെയ്യോ എള്ളെണ്ണയോ ഒഴിച്ച് ദീപം തെളിയിക്കുക. ദീപം തെളിയിച്ച ശേഷം ഒരു ഏലയ്ക്ക എടുക്കുക. ഏലയ്ക്ക കേടായിരിക്കരുത്. ഏലയ്ക്ക നല്ലതായിരിക്കണം. ഒരു ഏലയ്ക്കയാണെങ്കിൽ പോലും കാണാൻ ഭംഗിയുള്ളതായിരിക്കണം. അങ്ങനെ
ഏലയ്ക്ക എടുത്ത് നിങ്ങളുടെ ജാതക പ്രശ്നങ്ങളെല്ലാം മാറണമെന്ന് സങ്കൽപ്പിച്ച് ഏലയ്ക്ക ദീപത്തിൽ ഇടുക. ദീപം പ്രകാശിക്കുമ്പോൾ പ്രകാശിക്കുന്ന ദീപത്തിൽ ഏലയ്ക്ക ഇട്ടാൽ മതി. അങ്ങനെ ഇട്ട ശേഷം സങ്കൽപ്പിക്കുക, ജാതക പ്രശ്നങ്ങളും ജാതക ദോഷങ്ങളും മാറണമെന്ന് സങ്കൽപ്പിച്ച് അതിനുശേഷം അതേ ഏലയ്ക്കയും അതേ എണ്ണയും ഉപയോഗിച്ച് വൈകുന്നേരവും ദീപം തെളിയിക്കാം. വീട്ടിൽ ഇങ്ങനെ ദീപം തെളിയിച്ച് നമുക്ക് ശർക്കര നൈവേദ്യമായി വെക്കാം. പാലിൽ ചെയ്തതെങ്കിൽ പായസവും നിവേദ്യമായി വെക്കാം. അതുപോലെ നമ്മൾ വാഴപ്പഴം, തേങ്ങ ഉടയ്ക്കുക. ഇതൊക്കെ ചെയ്യണം. ഇങ്ങനെ ദീപധൂപ നിവേദ്യങ്ങളോടെ സ്വാമിയെ പൂജിച്ച് തുളസി ചെടിക്കും വെള്ളം സമർപ്പിക്കുക. തുളസിക്കോട്ടയുടെ അടുത്തും പൂജ ചെയ്യുക തുടങ്ങിയവ ചെയ്യണം. ഇങ്ങനെ വീട്ടിൽ പൂജ ചെയ്യുക. ഇന്ന് ഉപവാസം അനുഷ്ഠിക്കുന്നതും വളരെ നല്ലതാണ്. ഉപവാസം അനുഷ്ഠിച്ചാൽ കോടി ജന്മങ്ങളുടെ പുണ്യം ലഭിക്കും. അതുപോലെ പ്രധാനമായി പൂജ ചെയ്യുന്ന സ്ത്രീകൾ കാലുകളിൽ മഞ്ഞൾ പുരട്ടുക, സീമന്തത്തിൽ പൊട്ട് തൊടുക, വളകൾ ധരിച്ച് പൂജ ചെയ്യുന്നത് നല്ലതാണ്. അതിനുശേഷം ഇപ്പോൾ പറയുന്നതുപോലെ ഓർമ്മിക്കുക, നിങ്ങൾ മന്ദാരയില കൊണ്ടുവരിക. മന്ദാര ചെടിയുടെ അടുത്ത് പോയി നമസ്കരിച്ച് മന്ദാര ഇല പറിച്ചെടുക്കുക. അങ്ങനെ കൊണ്ടുവന്ന ഈ മന്ദാര ഇലയുടെ മുകളിൽ ഒരു സ്പൂൺ ചുവന്ന പരിപ്പ് ഇടുക. കുറച്ച് ശർക്കര കഷ്ണം വെക്കുക. ഇങ്ങനെ വെച്ച് വെങ്കടേശ്വര സ്വാമിയുടെ ചിത്രത്തിന് മുന്നിൽ വെക്കുക. അങ്ങനെ വെച്ച ശേഷം നിങ്ങൾ സങ്കല്പം പറയുക. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ശക്തമായിരിക്കും. ആ ആഗ്രഹം ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യജീവിതം അത്രയും കഴിഞ്ഞാൽ ആഗ്രഹങ്ങൾ നമുക്ക് ഒരുപാട് ഉണ്ടാകും. ഏത് ആഗ്രഹവും നമ്മൾ ദൈവത്തോട് പറഞ്ഞാലും ദൈവത്തോട് നമ്മൾ നേർച്ച നേരും, അല്ലേ? ദൈവത്തോട് നേർച്ച നേരും, എന്നിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകില്ല. എത്ര പറഞ്ഞാലും എത്ര ശ്രമിച്ചാലും നമ്മുടെ ആഗ്രഹങ്ങൾ ചിലപ്പോൾ സഫലമാകില്ല. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും, അല്ലേ? അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാനും അതുപോലെ മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം അതും തീർന്നു പോകണം എന്ന് പറഞ്ഞാലും ശരിയാണ്. ഓർമ്മയിൽ വെച്ച് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ പരിഹാരം ചെയ്യുക. തീർച്ചയായും ആഗ്രഹം സഫലമാകും. പക്ഷേ ഒരു ആഗ്രഹം മാത്രം പറയുക. 10 ആഗ്രഹങ്ങൾ പറഞ്ഞ് പരിഹാരം ചെയ്താൽ വലിയ ഫലം ഉണ്ടാകില്ല എന്ന് പറയാം. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ശക്തമായ ആഗ്രഹം ഏതാണോ ആ ആഗ്രഹം പറഞ്ഞുകൊണ്ട് പരിഹാരം ചെയ്താൽ തീർച്ചയായും മാറ്റം ഉണ്ടാകും. അല്ലാതെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ എല്ലാം നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് പരിഹാരങ്ങൾ ചെയ്താൽ വലിയ പ്രയോജനം ഉണ്ടാകില്ല. ഒരു ആഗ്രഹം പറഞ്ഞുകൊണ്ട് ഇതെല്ലാം എന്താണെന്ന് വെച്ചാൽ സ്വാമിയുടെ ചിത്രത്തിന് മുന്നിൽ, അതായത് പൂജാമുറിയിൽ വെക്കുക. വെച്ചതിനു ശേഷം ഇത് നേരിട്ട് കൊണ്ടുപോയി പശുവിന് കൊടുക്കുക. മതിയാകും. എല്ലാ ദേവതകളുടെയും അനുഗ്രഹം ലഭിച്ച് നിങ്ങളുടെ ആഗ്രഹവും വേഗത്തിൽ സഫലമാകും. നല്ല ഫലങ്ങൾ കാണാൻ സാധിക്കുമെന്ന് ശ്രദ്ധേയമായ ഒരു കാര്യമായതുകൊണ്ട് ഈ പരിഹാരം നിങ്ങൾ തീർച്ചയായും ചെയ്യണം. തീർച്ചയായും ഏത് ആഗ്രഹവും 7 ദിവസത്തിനുള്ളിൽ, അതായത് ആഗ്രഹം സഫലമാകാൻ സാധ്യതയുണ്ട്. ചിലർക്ക് 7 ദിവസവും എടുക്കില്ലെന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യുക. ഇത് വളരെ നല്ല ഫലങ്ങൾ നൽകും. വളരെ അത്ഭുതകരമായ ഫലങ്ങൾ ഇത് നൽകും. ഈ ചുവന്ന പരിപ്പ് ആഗ്രഹങ്ങൾ സഫലമാക്കാനും ജാതക പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും ഉപയോഗപ്രദമാണ്. ശർക്കര ദൈവത്തിന് നിവേദ്യമാകും. ശർക്കരയും പരിപ്പും ചേരുമ്പോൾ അതീന്ദ്രിയ ശക്തിയാൽ നമ്മുടെ പരിഹാരം സഫലമാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തായിരുന്നാലും അത് സഫലമാകാൻ സാധ്യതയുണ്ട്. നമ്മൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കില്ല. എന്നാൽ ഒരു തവണ വിശ്വസിച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് അറിയാൻ കഴിയും നിങ്ങളുടെ ആഗ്രഹം സഫലമാകുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇവിടെ
ഇതും ഓർമ്മിക്കുക. നമ്മൾ പശുവിൻ നൽകുകയാണല്ലോ ഇതെല്ലാം. എടുത്ത്, അതായത് പൂജാമുറിയിൽ എത്ര നേരം വെക്കണം എന്ന് ചോദിച്ചാൽ വെച്ചതിനു ശേഷം ഒരു 10-15 മിനിറ്റ് പൂജാമുറിയിൽ വെക്കുക. കുറച്ച് വലിയ വലുപ്പത്തിലുള്ള ചെമ്പരത്തി. അത് വരാതെ കൊണ്ടുവരിക. തീരെ ചെറുത് കൊണ്ടുവരരുത്. 1 എന്ന് വെച്ചാൽ ചെറിയൊരു ടീസ്പൂൺ അത്രയും ചുവന്ന പരിപ്പ് പിടിക്കണം. ആ ചുവന്ന പരിപ്പ് ഗ്രഹങ്ങൾക്ക് സമർപ്പിക്കപ്പെടും. സ്ഥിതിഗതികൾ മാറ്റുന്നതിനും ഗ്രഹങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും ഗ്രഹങ്ങൾ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതിനും ഈ ചുവന്ന പരിപ്പ് ഉപയോഗപ്രദമാകും. ചുവന്ന പരിപ്പിന് വളരെ ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചുവന്ന പരിപ്പ് നമ്മുടെ ജീവിതത്തെ മാറ്റുമെന്ന് പറയാം. അതുകൊണ്ട് ചുവന്ന പരിപ്പും ശർക്കരയും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വളരെ നന്നായി ഉപയോഗിക്കാമെന്ന് പറയാം. അതുകൊണ്ടാണ് ഇങ്ങനെ. എടുത്ത ശേഷം സങ്കല്പം പറഞ്ഞ് അടുത്തുള്ള ഗോമാതാവിന് നൽകാം. ലക്ഷ്മിയുടെ വീട്ടിൽ പശുക്കൾ വരികയാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് നേരിട്ട് മന്ദാർ ഇലയോടൊപ്പം നൽകാം. കുഴപ്പമില്ല. അല്ലെങ്കിൽ അവിടെ വെച്ചാൽ പരിപ്പും ശർക്കരയും ആ ഗോമാതാക്കൾ സ്വീകരിക്കും. പശുവിൽ 33 കോടി ദേവന്മാർ വസിക്കുന്നു. പശുവിനെ എല്ലാ ദേവന്മാരുടെയും രൂപമായി കണക്കാക്കുന്നു. പശുവിന് ഭക്ഷണം നൽകിയാൽ പശുവിന് നമ്മൾ സങ്കല്പം പറഞ്ഞാൽ പശുവിന് നമ്മൾ വെള്ളം നൽകിയാൽ കോടി ജന്മങ്ങളുടെ പുണ്യം ലഭിക്കും. പ്രത്യേകിച്ച് നാളെ തിഥി, വാരം, നക്ഷത്രം നല്ലതായതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. നിങ്ങൾ ആഗ്രഹിച്ചത് നടന്നതുപോലെയാണ്. നിങ്ങൾക്ക് ഇതിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക, ഇങ്ങനെ ചെയ്താൽ മതി, വളരെ നല്ല ഫലം ലഭിക്കും. അങ്ങനെയായിരിക്കും ഫലം ലഭിക്കില്ലെന്ന് ഒരിക്കലും നെഗറ്റീവായി ചിന്തിക്കരുത്. പോസിറ്റീവായി ചിന്തിക്കണം. നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, ഫലം ലഭിക്കും. നമ്മുടെ ആഗ്രഹം എന്തുതന്നെയായാലും അത് സഫലമാകും എന്ന് വിശ്വസിച്ച് ചെയ്താൽ തീർച്ചയായും മാറ്റമുണ്ടാകും. അല്ലാതെ എന്തോ ചെയ്തു, വന്നാൽ വരട്ടെ, അല്ലെങ്കിൽ ഇല്ല എന്ന മട്ടിൽ ചെയ്താൽ അത് വന്നാൽ വരട്ടെ, അല്ലെങ്കിൽ ഇല്ല എന്നായി തീരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഓർമ്മയിൽ വെച്ച് ചെയ്യുക. നല്ല ഫലം ലഭിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകും. അതുപോലെ എല്ലാ ദേവതകളുടെയും അനുഗ്രഹം ലഭിക്കുകയും നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകുകയും ചെയ്യും. ആഗ്രഹം എന്തുതന്നെയായാലും 7 ദിവസത്തിനുള്ളിൽ സഫലമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ചെമ്പരത്തി ചെടിക്ക് വലിയ ശക്തിയുണ്ടെന്ന് പുരാണങ്ങളിൽ പറയുന്നത്. ചെമ്പരത്തി ചെടി എവിടെയാണോ ഉള്ളത് അവിടെ പോസിറ്റീവ് ഊർജം ഉണ്ടാകും. സത്യം പറഞ്ഞാൽ, കാരണം അവിടെ വളരെ അധികം പോസിറ്റിവിറ്റി ഉണ്ടാകും. അവിടെ ദേവതകളും ദൈവങ്ങളും സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ചെമ്പരത്തി പൂക്കൾ ഒരാൾ പോലും എന്നാൽ നമ്മൾ ദൈവത്തിന് സമർപ്പിക്കാറുണ്ട്. ഏത് ദൈവങ്ങൾക്കും ചെമ്പരത്തി പൂക്കൾ വെക്കാറുണ്ട്. ചെമ്പരത്തി പൂക്കൾ വെച്ചാൽ ആ ഭംഗി വേറെയായിരിക്കും, അല്ലേ? അതുകൊണ്ട് ചെമ്പരത്തി ചെടി വളരെ ശക്തിയുള്ളതാണ്. പിന്നെ അതിനുശേഷം മറ്റൊന്ന്, ഇപ്പോൾ പറയുന്ന രീതിയിലുള്ള ഈ പരിഹാരം. ഇത് എന്തിനാണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഓർമ്മിക്കുക. ഭൂമി വാങ്ങാൻ ഈ പരിഹാരം ഉപയോഗപ്രദമാണ്. വീടില്ലാത്തവർക്ക് വീട് പണിയാൻ ഇപ്പോൾ പറയുന്ന പരിഹാരം ഉപയോഗപ്രദമാണ്. ഒന്നുമില്ല, ലളിതമായി ഒരു ചെമ്പരത്തി ഇലയെടുത്ത് അതിൽ ഒരു സ്പൂൺ ഗോതമ്പ് ഇട്ട് ഒരു ചെറിയ ശർക്കര കഷ്ണം വെക്കുക. അത്രയേ ഉള്ളൂ. നമ്മൾ ചുവന്ന പരിപ്പ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഗോതമ്പ് എടുക്കണം. അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം അതേപോലെയാണ്. പരിഹാരം. ഈ ഗോതമ്പ് എന്തിനാണെന്ന് വെച്ചാൽ, ഗോതമ്പ് എന്തു ചെയ്യുമെന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമുക്ക് യോഗങ്ങൾ സിദ്ധിക്കില്ല. ഇപ്പോൾ നമുക്ക് ഗൃഹയോഗം ഉണ്ടെന്ന് കരുതുക. തീർച്ചയായും നമ്മൾ വീട് വാങ്ങുകയോ പണിയുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. അതായത് വീട് നിർമ്മിക്കും. നമ്മൾ പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഭാഷയിൽ നമ്മൾ സാധാരണയായി വീട്
പണിയുക എന്ന് പറയും. അതുകൊണ്ട് ഇങ്ങനെ വീട് പണിയുന്നതിനോ അങ്ങനെയുള്ള യോഗം ഉണ്ടെങ്കിൽ പോലും ആ യോഗം ഞങ്ങൾക്ക് ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കും. ചിലർക്ക് യോഗം ഉണ്ടായിട്ടും എന്താണെന്ന് വെച്ചാൽ പകുതി വരെ വീട് പണിത് നിർത്തിവെക്കാറുണ്ട്. ഭൂമിയിൽ എന്താണെന്ന് വെച്ചാൽ അടിത്തറ എടുത്തതിനു ശേഷം മറ്റെന്തോ പകുതിയിൽ പണികൾ ചെയ്ത് നിർത്തിവെച്ച് അത് പണിയാൻ കഴിയാതെ ബുദ്ധിമുട്ടാറുണ്ട്. ചിലർ എന്താണെന്ന് വെച്ചാൽ സ്വന്തമായി വീട് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. ഉള്ളതിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം. ഞങ്ങൾക്ക് ഉള്ള സാമ്പത്തിക ശേഷിയിൽ ഞങ്ങൾ എന്തെങ്കിലും ചെറുതോ വലുതോ ആയ ഒരു വീട് വാങ്ങണം, അല്ലെങ്കിൽ ഭൂമി വാങ്ങണം, സ്ഥലം വാങ്ങണം എന്ന രീതിയിൽ എന്താണെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാറുണ്ട്. പക്ഷേ അവർ എത്ര ശ്രമിച്ചാലും അത് പ്രവർത്തിക്കില്ല. അവർക്ക് തീരെ അവർ വിചാരിച്ച പോലെ ഒന്നും നടക്കില്ല. എല്ലാം വിപരീതമായി പോകും, അല്ലേ? അങ്ങനെയുള്ളപ്പോൾ ഓർമ്മിക്കുക, നിങ്ങൾ ഈ കാര്യം ചെയ്യുക. എത്രമാത്രം ഫലം ലഭിക്കുമെന്ന് നോക്കുക. തീർച്ചയായും മാറ്റം നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം എന്ന് വെച്ചാൽ ഈ ചെമ്പരത്തി ഇലയും അതുപോലെ ഒരു സ്പൂൺ ഗോതമ്പും ശർക്കരയും വെക്കുക. വെച്ചിട്ട് ഉറക്കെ ഉറക്കെ സങ്കൽപ്പിക്കുക. അങ്ങനെ ഉറക്കെ സങ്കൽപ്പിക്കുക. പറഞ്ഞതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അടുത്തുള്ള പശുക്കൾക്ക് ഇത് നൽകണം, ഇതും പശുവിന് നൽകണം. അതായത് രണ്ടും ഒരുമിച്ച് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ വെവ്വേറെ ചെയ്യുക, കുഴപ്പമില്ല. പക്ഷേ രണ്ടും ഒരുമിച്ച് ഒരേ സ്ഥലത്ത് ചെയ്യാൻ പാടില്ല. വെവ്വേറെ എന്ന് വെച്ചാൽ ആദ്യം ഒന്ന് നൽകിയതിനു ശേഷം പശുവിന് മറ്റൊന്ന് നൽകണം. ചെമ്പരത്തി ഇലയോടൊപ്പം പോലും നൽകാം. അല്ലെങ്കിൽ സാധാരണയായി നമ്മൾ താഴെ വെച്ചാൽ പശു ഗോതമ്പും ശർക്കരയും എടുക്കും. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയും നിങ്ങൾക്ക് നൽകാം. ഇങ്ങനെയും എന്താണെന്ന് വെച്ചാൽ ഭൂമിയിൽ നിന്ന് ലാഭം നേടാം, വീട് നിർമ്മിക്കാം, ഭൂമി വാങ്ങാം. ഇങ്ങനെ നമുക്ക് തോന്നുന്നതുപോലെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടപ്പിലാക്കാൻ സാധിക്കും. പക്ഷേ ഗോതമ്പ് ഉപയോഗിക്കണം. വളരെ നല്ല ഫലം. അതുകൊണ്ട് വളരെ നല്ല ഫലം ലഭിക്കും. നാളെ തിഥി, വാരം, നക്ഷത്രം എന്നിവ നല്ലതാണല്ലോ. അതുകൊണ്ട് നിങ്ങളും ഇത് ആചരിച്ച് ഫലം നേടുക. അതുപോലെ തടസ്സങ്ങളില്ലാത്ത യോഗം നേടുക. നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് നടക്കും. അതുപോലെ നിങ്ങൾ വിചാരിച്ചതുപോലെ നിങ്ങളുടെ ജീവിതം ഉണ്ടാകും. നിങ്ങൾ വിചാരിച്ചതുപോലെ വീട് നിർമ്മിക്കാൻ സാധിക്കും. ഒരു തടസ്സങ്ങളും ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും അവസരം ഉണ്ടാകും. ഇതൊരു ചെറിയ പരിഹാരമായി തോന്നിയേക്കാം, പക്ഷേ ഇതിലൂടെ നിങ്ങൾക്ക് നല്ല ഫലം ലഭിക്കും. ഈ ഫലം നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. മന്ദാര ഇല പ്രകൃതിയുടെ അനുഗ്രഹം ഉൾക്കൊള്ളുന്നു. മന്ദാര ഇലയെ ദേവത വൃക്ഷമായി കണക്കാക്കുന്നു. അതുപോലെ മന്ദാര ഇല കൊണ്ട് എന്ത് ചെയ്താലും നമുക്ക് നല്ല ഫലം ലഭിക്കുമെന്ന വിശ്വാസമുണ്ടല്ലോ. അതുകൊണ്ട് നാളെ തിഥി, വാരം, നക്ഷത്രങ്ങൾ എല്ലാം നല്ലതായതുകൊണ്ട് ഈ കാര്യം ചെയ്ത് ഫലം നേടുക. ഇങ്ങനെ ചെയ്തത് ആരോടും പറയരുത്. കാരണം നമുക്ക് കാര്യം നടക്കണം, നമുക്ക് സിദ്ധി ലഭിക്കണം, പരിഹാരം നമുക്ക് അനുകൂലമാകണം. അതുകൊണ്ട് ആരോടും പറയാതിരിക്കുന്നതാണ് നല്ലത്. ആരോടും പറയാതെ ഇത് ചെയ്ത് നിങ്ങളുടെ ആഗ്രഹം സഫലമാക്കുക. നിങ്ങൾക്ക് ഗൃഹലാഭവും അതുപോലെ ധനയോഗവും ഉണ്ടാക്കാം. ഈ ഗോതമ്പ് വളരെ വളരെ പവിത്രമാണ്. ഗോതമ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ പരിഹാരങ്ങളും നമുക്ക് ഫലം നൽകും, നല്ല ഫലങ്ങൾ നൽകും. അതുകൊണ്ട് ഇത് ആചരിക്കുക. അതിനുശേഷം നാളെ ഏകാദശിയല്ലേ, പരമപവിത്രമായ ദിവസമാണ്. തിങ്കളാഴ്ചയോടുകൂടി വരുന്നതുകൊണ്ട് വീട്ടിൽ ശിവപൂജയും ചെയ്യാം. ഇങ്ങനെ ദീപം കൊളുത്തുക, കുളിക്കുക, ശിവന് അഭിഷേകം ചെയ്യുക. ഇങ്ങനെയും നമുക്ക് ചെയ്യാം. അങ്ങനെയും പൂജിച്ചാൽ മതിയാകും. ഇനി അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ ഓർമ്മിക്കുക. നിങ്ങൾ പ്രധാനമായും ഈ കറി വീട്ടിൽ പാചകം ചെയ്യരുത്. വീട്ടിൽ ഈ കറി പാചകം ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുകയും കടക്കെണിയിൽ അകപ്പെടുകയും ചെയ്യും. പ്രധാനമായും കഷ്ടപ്പാടുകളും കടങ്ങളും നിങ്ങളെ ചുറ്റിപ്പറ്റും. അതുപോലെ തന്നെ കഷ്ടപ്പാടുകളുടെ കുഴിയിൽ വീഴും. കഠിനമായ കടബാധ്യതകളിൽ എന്താണെന്ന് വെച്ചാൽ ഒഴുകിക്കൊണ്ടിരിക്കും.
ഇത് പാചകം ചെയ്ത് കഴിക്കുന്നതിലൂടെ എന്താണെന്ന് വെച്ചാൽ ജീവിതം മുഴുവൻ നമുക്ക് ദുഃഖം മാത്രമേ ഉണ്ടാകൂ എന്ന് പുരാണങ്ങളിൽ പറയുന്നു. അതുകൊണ്ട് തിങ്കളാഴ്ച മാത്രമല്ല, പ്രത്യേകിച്ച് ഇവിടെ ശ്രദ്ധിച്ചാൽ ഏകാദശി ഉള്ളതുകൊണ്ട് വീട്ടിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഓർമ്മിക്കുക. സ്ത്രീകൾ ആകട്ടെ, നമ്മൾ സാധാരണയായി നോൺ വെജ് കഴിക്കരുത്. ആരും കഴിക്കുകയുമില്ല തിങ്കളാഴ്ച. മിക്കവാറും ആരും കഴിക്കില്ല. പക്ഷേ ചിലർ എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ വിളക്ക് വെച്ചതിന് ശേഷം വീട്ടിൽ പാചകം ചെയ്യാൻ പറ്റില്ലല്ലോ, പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് പുറത്ത് കഴിക്കാം എന്ന മട്ടിൽ ഇരിക്കും. പക്ഷേ കഴിക്കരുത്. കഴിക്കാത്തതാണ് നല്ലതെന്ന് പറയാം. ഇനി അതുപോലെ അല്ലാതെ മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓർമ്മിക്കുക, പടവലൻ കറി പാചകം ചെയ്യരുത്. പാചകം ചെയ്യാൻ പാടില്ല. വെണ്ടയ്ക്കയും പാചകം ചെയ്യരുത്. വെണ്ടയ്ക്ക വഴുവഴുപ്പുള്ളതാണ്. അതെന്താണെന്ന് വെച്ചാൽ വഴുവഴുപ്പുള്ളതല്ലേ, എന്തെങ്കിലും വീണാൽ നമുക്ക് ഒഴിയുകയില്ല. എന്തെങ്കിലും കഷ്ടം വന്ന് വീണാൽ ആ കഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകില്ല. ആ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങാതെ നമ്മളെ തന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് വെണ്ടയ്ക്ക പാചകം ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയാം. അതിനുശേഷം പടവലം പാമ്പിനെപ്പോലെയാണ്. അതുകൊണ്ട് അതിനെ മുറിച്ച് പാചകം ചെയ്യുന്നവർക്ക് കഷ്ടപ്പാടുകൾ ഒഴിയുകയില്ലെന്ന് ശാസ്ത്രങ്ങളിൽ പറയപ്പെടുന്നു. അതുകൊണ്ട് ഇതും നിങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇതും നിങ്ങൾ ഒഴിവാക്കുക. ഇനി അതിനുശേഷം ഇന്ന് 2 നേരം വിളക്ക് കൊളുത്തുക, ഉപവാസം അനുഷ്ഠിക്കുക. ഒരുപക്ഷെ ഉപവാസം ഇല്ലെങ്കിൽ ഉള്ളി, വെളുത്തുള്ളി എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കുക. നിഷ്ഠയോടും നിയമങ്ങളോടും കൂടി വീട്ടിൽ പൂജ ചെയ്യുക. അതുപോലെ ഇന്ന് നമ്മൾ കറുത്ത വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക തുടങ്ങിയ ചെറിയ നിയമങ്ങൾ പാലിക്കണം. ഇന്ന് ഏകാദശി ആയതുകൊണ്ട് നഖം വെട്ടരുത്. കൂടാതെ വീട്ടിൽ ഈ പച്ചക്കറികൾ പാചകം ചെയ്യരുത്. ഇങ്ങനെ പാചകം ചെയ്ത് കഴിച്ചാൽ നിങ്ങൾ ചില ദാരിദ്ര്യപരമായ കാര്യങ്ങൾ ചെയ്താൽ ആ ദാരിദ്ര്യം നമ്മളെ ബാധിക്കും. ആ ദാരിദ്ര്യം ഒരു ദിവസം കൊണ്ടുപോകില്ല, അത് ജന്മങ്ങളോളം നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ നിയമങ്ങൾ നിർബന്ധമായും പാലിക്കണം. ഇനി വാതിൽക്കൽ ഇപ്പോൾ പറയുന്ന ഈ പരിഹാരം ചെയ്യുക. വാതിൽക്കൽ ഇത് ചെയ്താൽ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറി നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ആരംഭിക്കും. വീടുമായി ബന്ധപ്പെട്ട പലതരം പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും. എല്ലാ രീതിയിലും നിങ്ങൾക്ക് നല്ലത് വരും. വീട് നിങ്ങൾക്ക് അനുകൂലമാകാനും വീടിന്റെ അന്തരീക്ഷം നന്നായിരിക്കാനും വീട്ടിൽ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാനും സഹായിക്കുന്ന പരിഹാരമാണ് നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഒന്നുമില്ല, നിങ്ങളുടെ വാതിൽക്കൽ ഒരു വെറ്റില വെക്കുക. എടുക്കുക. ഒരു വെറ്റില എടുത്ത് അതിൽ ഒരു കൈ നിറയെ ഉപ്പ് ഇടുക. ഇത് വൈകുന്നേരം 7 മണി കഴിഞ്ഞ ശേഷം ചെയ്യുക. ഒരു കൈ നിറയെ ഉപ്പിട്ട ശേഷം അതിൽ ഒരു നാരങ്ങയെടുത്ത് 4 ഭാഗങ്ങളായി മുറിച്ച് അതിലും ഉപ്പ് നിറയ്ക്കുക. നാരങ്ങയെ 4 ഭാഗങ്ങളായി മുറിച്ച് ഉപ്പ് നിറച്ച് കുങ്കുമവും മഞ്ഞളും വിതറി ഒരു ഗ്രാമ്പു കുത്തി വെറ്റിലയിൽ കുറച്ച് ഉപ്പ് ഇട്ട ശേഷം നാരങ്ങയെ ആ വെറ്റിലയിൽ ഇട്ട ഉപ്പിന് മുകളിൽ വെച്ച് വാതിൽക്കൽ വെക്കുക. അങ്ങനെ വെച്ച ശേഷം എന്താണെന്ന് ഓർക്കുക. സങ്കല്പം പറയുക. അതായത് മുൻകൂട്ടി നിങ്ങൾ വെറ്റിലയിൽ ഉപ്പ് ഇട്ട് നാരങ്ങയെ വെക്കുക. ഉപ്പ് നിറച്ച നാരങ്ങയിൽ മഞ്ഞൾ, കുങ്കുമം, ഗ്രാമ്പൂ കുത്തി വീടിന്റെയെല്ലാം ചുറ്റി നടന്ന് വീടിന് പുറത്തിറങ്ങി വാതിൽക്കൽ വെച്ച് എന്താണെന്ന് വെച്ചാൽ എല്ലാ തിന്മകളും മാറി ഞങ്ങൾക്ക് നല്ലത് സംഭവിക്കണമെന്ന് സങ്കല്പം പറഞ്ഞ് നേരം വെളുക്കുന്നതുവരെ ഇത് വെച്ച ശേഷം എന്താണെന്ന് വെച്ചാൽ, അതായത് നേരം വെളുക്കുന്നതുവരെ വെക്കുക. രാവിലെ ഇത് ഒരു കവറിലാക്കി ദൂരെ എവിടെയെങ്കിലും കൊണ്ടിടുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നല്ല ഫലം ലഭിക്കും. അതുപോലെ വീട്ടിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ദുരിതങ്ങളോ ഉണ്ടെങ്കിൽ അവ മാറും. വീട് നമുക്ക് അനുകൂലമാകും. വീടിന്റെ അന്തരീക്ഷം നന്നാകും. വീട് നമുക്ക് ഐശ്വര്യം കൊണ്ടുവരുന്നതിനോടൊപ്പം പലതരം പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് പുറത്തുവരാൻ സാധ്യതയുണ്ട്. അതിനാൽ നാളെ ഏകാദശി, തിങ്കളാഴ്ച മറക്കാതെ വൈകുന്നേരം 7 ശേഷം ഈ പരിഹാരം ചെയ്താൽ നല്ല ഫലം ലഭിക്കും. ഓക്കേ.